അവസാനം ദേശാഭിമാനി വാർത്ത മുക്കി. ഇങ്ങനെ മുക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇൻഡ്യൂഷൻ സാധാരണ ഇറങ്ങാറുണ്ട്. നമ്മൾ വഹി ലഭിക്കുന്നവനാ, പ്രവാചകനെ കാണുന്ന ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടാണ് സത്യം പറഞ്ഞാല് ഞാൻ ആ വാർത്ത ഒരു ട്രോളാക്കിയിട്ട് പ്രതിപക്ഷത്തിന്റെ എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ എന്നാക്കി ട്രോളി വായിച്ചത്. പ്രതിപക്ഷത്തെ ഏതോ ഒരു യുവ നേതാവ് ഒരു ചാനലിലെ ഏതോ ഒരു അവതാരികയെ പീഡിപ്പിച്ചു എന്ന് ആണ് ദേശാഭിമാനി വാർത്ത പറഞ്ഞത്. അത് ആരാണ്, എന്താണ്, ഏതാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിതൃശൂന്യമായ ചില നിലപാടുകളാണ് അതിൽ വന്നതെന്ന് തോന്നും. അതിന്റെ ലേഖകൻ അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പീഡിപ്പിക്കപ്പെട്ട ആളിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, പിന്നെ പീഡിപ്പിച്ച ആളിനെ കുറിച്ച് ഐഡിയ ഇല്ല, പീഡിപ്പിക്കപ്പെട്ട ആളുടെ സ്ഥാപനത്തെ കുറിച്ച് ഐഡിയ ഇല്ല, അങ്ങനെ യാതൊന്നുമില്ല. അത്തരത്തിലുള്ള യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ ഇറക്കി വിടുകയാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മൂലക്കിരുത്താൻ വേണ്ടി എടുക്കുന്ന ആയുധമാണ് ഒരു പീഡന കേസ്, ഒരു പെണ്ണ് കേസ്. ഒരു പെണ്ണ് കേസ് എടുത്ത് തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ വഴിക്ക് പോയിക്കോളും. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്ന കേസുകൾ എടുക്കുക. സുരേഷ് ഗോപി മുതൽ ഇങ്ങോട്ട് ഇപ്പോ ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന ആൾ വരെ എത്തി നിൽക്കുന്നവരെ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എല്ലായിടത്തും പെണ്ണ് കേസുകളാണ്. വിജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എതിരാളികളെ പ്രതിരോധിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന്റെ തലയിലേക്ക് ഒരു പെണ്ണ് കേസ് എടുത്ത് വെച്ചു കൊടുക്കും. അങ്ങനെ പെണ്ണ് കേസ് എടുത്ത് വെച്ചു കൊടുക്കുന്നതോടി അതിന് തീരുമാനമാകും, ഇല്ലേ? പിന്നെ കേസും വഴക്കും കാര്യങ്ങളുമായി അങ്ങനെ പോകാം. പക്ഷെ ഈ വിവരം കെട്ടവർ, ഇങ്ങനെ പെണ്ണ് കേസ് എടുത്ത് വെച്ചു കൊടുക്കുന്ന വിവരം കെട്ടവർ, അവർ ചിന്തിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അവർ മനുഷ്യന്മാരല്ലാതെ തെളിയിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം. ഈ പാവം, ഈ പ്രതി ചേർക്കപ്പെടുന്ന ഒരു വ്യക്തി, അയാൾക്കൊരു കുടുംബമുണ്ട്. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലും അയാൾക്ക് സുഹൃത്തുക്കളും മറ്റു ബന്ധങ്ങളും ഉണ്ടാവും. അയാളുടെ ബിസിനസ്, കച്ചവട സംരംഭങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. അതിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ റിലേറ്റീവ്സുമായിട്ട് ആൾക്കാരുണ്ടാവും. ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രതി ചേർക്കപ്പെടുന്നവന് സമൂഹത്തിൽ അവന് സംഭവിക്കുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ച് ഇവരാരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു യൂട്യൂബറുടെ ഒരു കാര്യം, മല്ലു ട്രാവലറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മല്ലു ട്രാവലറിന്റെ മണ്ടയിൽ ഒരു കാര്യം എടുത്തു വെച്ചു കൊടുത്തു. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അവനെ തിന്നു. എത്രത്തോളം തിന്നാൻ പറ്റും അത്രത്തോളം തിന്നു. കൂനിന്മേൽ കുരുവെന്ന വണ്ണം അവന് വീണ്ടും കേസ് വന്നു. ആ കേസുകളും വലിയ വാർത്തയാക്കി. അവനെ ഒരു പീഡന വീരനാക്കി. ഒരു പോക്സോ കേസിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കി. അതും മാധ്യമം വാർത്തയാക്കി. അങ്ങനെ എല്ലാ മാധ്യമങ്ങളും കൂടി ചേർന്നിട്ട് ഒരുത്തന്നെ കുളമാക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? അവനൊരു കുട്ടിയുണ്ട്, ഒരു മോനുണ്ട്. ആ മോനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ചോദിക്കണം അവനോട് ഓരോരോ കാര്യങ്ങൾ. നമ്മൾ മറ്റൊരാളെ കള്ളക്കേസിൽ കൊടുക്കുമ്പോഴും അവനെക്കുറിച്ച് അപഖ്യാതി പറയുമ്പോഴും അല്ലെങ്കിൽ അപവാദങ്ങൾ പറയുമ്പോഴും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി, നുണക്കഥകൾ ഉണ്ടാക്കി, ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി പ്രചരിപ്പിക്കുമ്പോഴും അവരിൽ സംഭവിക്കുന്ന മാനസിക വ്യഥയോ ആ കുടുംബത്തിൽ സംഭവിക്കുന്ന അപജയങ്ങളോ ജീവിച്ചിരിക്കാൻ പറ്റാത്ത വിധം അവരിലുണ്ടാകുന്ന മാനസിക സംഘർഷമോ പോലും ഇവരൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലാണ് ദേശാഭിമാനത്തിൽ വാർത്ത പുറത്തേക്ക് വിട്ടത്. ഇപ്പൊ ആ വാർത്ത നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇതാണ് വാർത്ത. 404 പേജ് നോട്ട് ഫൗണ്ട്. ഞാൻ ആ വാർത്ത വായിച്ചത് പ്രതിപക്ഷത്തെ ഉദ്ധരിച്ചിട്ടല്ല. ഇവരിറക്കിയിട്ടുള്ളൊരു നുണയാണ്, പച്ച നുണയാണ് എന്ന് മനസ്സിലായത് കൊണ്ട് ഭരണപക്ഷത്തെ ഒരു യുവ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. മാറ്റി, അതായത് വാർത്തയെ മാറ്റി. ഇനി ശരിക്കുള്ള വാർത്ത, മുക്കിയ വാർത്ത ഞാനൊന്ന് കാണിച്ചു തരാം. പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡന ആരോപണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ. ആരാണ് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയത്? ഒരാളുടെ പേര് ദേശാഭിമാനി പച്ചയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ആ യുവ നേതാവിന്റെ പേര് പറയണ്ട, ആ ചാനലിനെ കുറിച്ച് പറയണ്ട, ചാനലിന്റെ അവതാരിയെ കുറിച്ച് പറയണ്ട, ഇതൊന്നും പറയണ്ട. ഏത് ചാനലാണ്, യൂട്യൂബ് ചാനലാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഏത് ഫേസ്ബുക്ക് പേജാണ്, ഏത് ട്വിറ്റർ പേജാണ്, ഏത് യൂട്യൂബ് ചാനലാണ് അത്തരത്തിലൊരു വാർത്ത ചെയ്തത്? പറയണം. സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തലെന്നാ പറഞ്ഞേക്കുന്നത്. പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരായി പീഡന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നു. മാധ്യമ പ്രവർത്തകയ്ക്ക് നേർന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉന്നതർ ഇടപെട്ട് മൂടിവെച്ചുവെന്നും വെളിപ്പെടുത്തലുണ്ട്. മലയാളത്തിലെ പ്രമുഖ ചാനലിലെ പ്രമുഖ പ്രവർത്തകയെ യുവനേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയാകുന്നത്. സംഭവം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖർ രംഗത്തുണ്ട്. യുവനേതാവും അയാളുടെ ഗോഡ്ഫാദറായ പ്രമുഖ നേതാവും ചാനൽ തലപ്പത്തുള്ളവരുടെ കാലിൽ വീണു അത്രേ.
തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുവത്രേ. സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവനേതാവ് കുറച്ചു ദിവസമായി മുങ്ങി നിൽക്കുകയാണ്. പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രമുഖരും 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അധികകാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല, താമസിയാതെ പുറത്തു വരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ കുറിപ്പിൽ പറയുന്നത്. ഇവിടെ എനിക്കിതിലൊരു അലോസരം തോന്നി എവിടെ എന്നറിയാം. ഈ പ്രമുഖ ചാനൽ അവതാരകരും മറ്റുള്ളവരും ഈ പറയുന്ന നേതാക്കന്മാർ എല്ലാവരുടെ കുഴിച്ചുപൊടി എന്ന് പറഞ്ഞാൽ അവർക്ക് പരാതിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അത്തരത്തിലൊരു സംഭവം ഏതെങ്കിലും ഒരു ആണും പെണ്ണും തമ്മിൽ നടന്നു എന്ന് തന്നെ കരുതുക, അവർക്ക് ഒരു പരാതിയില്ല, ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ദേശാഭിമാനിക്ക് എന്തിന്റെ കുത്തിക്കിഴപ്പാണ്? എന്തിന്റെ കുത്തിക്കിഴപ്പാ? അതാ ഞാൻ ചോദിക്കുന്നത്. സഖാവ് തന്നെ പറഞ്ഞിട്ടില്ലേ പെണ്ണുള്ളടത്ത് പെൺമാണിപ്പം ഉണ്ടാവും എന്നുള്ളത്. അത് പെണ്ണിനും ആണിനും സമ്മതമാണെന്നുണ്ടെങ്കിൽ ആ മാണിപ്പം അവിടെ നടന്നോട്ടെന്നേ. ദേശാഭിമാനി കുത്തിപ്പോക്കാൻ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്തെല്ലാം വാർത്തകൾ ഇവിടെ ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കേരളത്തില് ഈ ഒരു ഇല്ലാത്തൊരു പെണ്ണ് കേസ് ഉണ്ടാക്കി കണ്ട് അതിനെ വലുതാക്കാനേ ഉള്ളൂ. ഞാനിതിനെ കുറിച്ച് കുറെ അന്വേഷിച്ചു. പല കേന്ദ്രങ്ങളിൽ പല രീതിയിലാണ് അറിയുന്നത്. ചിലർ പറയുന്നത് ഗർഭിണിയായിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലർ പറയുന്നത് ഗർഭിണി ആയിരുന്നു, അബോർട്ട് ചെയ്തതാണ്. മറ്റു ചിലർ പറഞ്ഞ് ഗർഭിണിയാണ്, ഇപ്പോഴും അബോർട്ട് ചെയ്തിട്ടില്ല. ആർക്കും ഒരു ഉറപ്പുമില്ല. CPM കേന്ദ്രങ്ങൾക്ക് പോലും യാതൊരു ഉറപ്പുമില്ല. അതായത് ഇവർ പറഞ്ഞു വിടുന്ന കഥകൾ സമൂഹത്തിൽ പല രീതിയിലാണ് പ്രചരിക്കുന്നത്. ഇവർക്കൊക്കെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് ചിന്തിക്കണം. ആരെങ്കിലും ഊഹാപോഹം വെച്ച് ആരുടെയെങ്കിലും പേരുകൾ പുറത്തേക്ക് വിട്ടാൽ പിന്നീടുള്ള കഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യുവ നേതാവിനെ കുറിച്ച് വരും പേര് വെച്ച് പറയുന്നത് കേട്ടു. മറ്റൊരു വാർത്ത അവതാരികയുടെ തല മങ്ങി അതായത് ബ്ലർ ചെയ്തുകൊണ്ട് വാർത്ത പുറത്തേക്ക് വിടുന്നത് കണ്ടു. എനിക്കിത് ആദ്യമേ തോന്നി. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം അത്ര ട്രോളി ഒരു വാർത്ത ചെയ്തത്. ഇപ്പൊ ആ പേജ് ദേശാഭിമാനിയുടെ സൺഡേ ഞായറാഴ്ച 27-ാം തീയതി ജൂലൈ 2025 പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രം ദി നെറ്റ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് 9:47 PM ഇട്ടിട്ടുള്ളത്. അതായത് പബ്ലിഷ്ഡ് ഓൺ ജൂലൈ 26, 2025 9:47 PM വെബ് ഡെസ്ക് പബ്ലിഷ് ചെയ്ത സാധനമാണ് ഇപ്പൊ ഈ കോലത്തിൽ കാണുന്നത്. ഏത് മനസ്സിലായില്ലേ? അതായത് നാണക്കേടാണ്. ഒരു മലയാള പത്രം, അതും കേരളത്തിലെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു പത്രം, പാവപ്പെട്ടവന്റെ ജീവിത സുരക്ഷയുടെ ആ കരങ്ങളുടെ മാതൃകയായിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ ആണിക്കല്ലായിട്ടുള്ള ഒരു പത്രം ഇമാതിരി തോന്നിയാസങ്ങൾ എഴുതി വിടുമ്പോൾ അതിന്റെ നിലവാരം എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു. ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുത്തുച്ചിപ്പി കഥയാണ്. ഇപ്പൊ മുത്തുച്ചിപ്പി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും മുത്തുച്ചിപ്പിന്റെ നിലവാരത്തിലേക്ക് ദേശാഭിമാനി വളർന്നതിൽ സന്തോഷമുണ്ട്. വൈകിയെങ്കിലും അതൊരു അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ സൈബർ സഖകളെല്ലാവരും കൂടെ ഏറ്റുപിടിച്ച് തൊട്ട് കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ 8ന്റെ പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞ് ആ പോസ്റ്റ് മുക്കിയ ദേശാഭിമാനിയുടെ ആ ഒരു കാര്യമുണ്ടല്ലോ, ഒരു കണക്കിന് നന്നായി. കാരണം കുറച്ച് കുടുംബങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. Different angles. Don't forget to subscribe and support this channel.